എല്ലാവർക്കും നമസ്കാരം. പണ്ട് 4 മണിക്ക് സ്കൂൾ വിട്ട് വിശന്ന് ഓടി അലച്ച് വീട്ടിൽ വരുമ്പോൾ അമ്മയും വല്യമ്മച്ചിയും ഒക്കെ സ്നേഹത്തോടെ തയ്യാറാക്കി തന്നിരുന്ന ആ ഓട്ടടയുടെ ആ രുചിയും മണവും ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. അപ്പോൾ ഇന്നൊരു 2-3 ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു 3 ഓട്ടട ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് തേങ്ങ ചുരുണ്ടിയത്, അതിലേക്കൊരു 1/4 കപ്പ് ശർക്കര ഉരുക്കിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്തത്. ഇതിന് പകരം ശർക്കര ചീകിയതും ചേർക്കാം. ശർക്കര ചേർത്ത് ഓട്ടട തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ഒരു രുചിയും ഗുണവും. അപ്പോൾ അതിലേക്കൊരു 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്ക ഇഷ്ടമാണെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർക്കാം. ഞാനിവിടെ ജീരകം പൊടിച്ചത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം അല്പം തേങ്ങാപ്പീരയും കൂടെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഓട്ടട തയ്യാറാക്കുന്നത്. അരിപ്പൊടി വെച്ചും തയ്യാറാക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയിലാണ് തയ്യാറാക്കുന്നത്. നല്ല രുചിയാണ് ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കുമ്പോൾ. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കൈകൊണ്ട് കുഴയ്ക്കണം, അതുകൊണ്ട് കൈകൊണ്ട് തന്നെ ഞാനൊന്ന് മിക്സാക്കി എടുക്കുവാണ്. അതിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്കിത് നല്ല മയമായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുവിധം ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള പരുവം വേണം, എന്നാലേ നമുക്കിത് ഇലയിൽ പരത്താൻ പറ്റത്തുള്ളൂ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പം നന്നായിട്ട് കുഴച്ച് മയമായിട്ട് വെച്ചിട്ടുണ്ട്. കൈ ഒന്ന് കഴുകിയിട്ട് ഇപ്പോൾ ഒരു ഇല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ വെള്ളമയം തുടയ്ക്കണമെന്നൊന്നുമില്ല, അതിലെ എണ്ണ പുരട്ടണമെന്നും ഒന്നുമില്ല. നമുക്ക് ആ നനവോടെ തന്നെ ഒരു ചെറിയ ഉരുള മാവെടുത്ത് അതിലേക്ക് വെച്ച് കൈ വീണ്ടും ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി വിരലിൻ്റെ തുമ്പ് കൊണ്ട് ഇങ്ങനെ മെല്ലെ കനം കുറച്ച് പരത്തിയെടുക്കണം. അങ്ങനെ ഇലയിൽ മുഴുവൻ ഇത് പരത്തിയെടുക്കണം. ചെറിയ ഒരു ഉരുളമാവ് മതി, അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്. 4 മണിക്ക് നല്ല മഴയൊക്കെയുള്ള സമയത്ത് ഒരു കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ ഈ ഓട്ടടയും നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ഫില്ലിങ് അവരവരുടെ ആവശ്യത്തിന്, മിക്കവർക്കും തന്നെ ഫില്ലിങ് കൂടുതൽ ഉള്ളതാണ് ഇഷ്ടം, നന്നായിട്ട് നടുക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടത് സ്പ്രെഡ് ചെയ്തിട്ട് ഇല നമുക്ക് മടക്കാം. ഒരുവിധം ഒന്ന് പ്രസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയിരിക്കുന്ന ഇലയെ കൂടെ നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ പഴയ നാടൻ പലഹാരങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പണ്ട് നമ്മുടെ മുത്തശ്ശിയും അമ്മയും ഒക്കെ തയ്യാറാക്കി തന്നിരുന്ന പണ്ടത്തെ ആ നാടൻ പലഹാരങ്ങളുടെ രുചി ഇന്നത്തെ തലമുറയ്ക്ക് ഇത് തീർത്തും പരിചയമില്ലാത്ത ഒരു രുചിയാണ്. പക്ഷേ ഇതിഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും ഇതൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി പണ്ടത്തെ ആ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കുന്ന നമ്മുടെ ചെറുപ്പകാലത്തിലെ ബാല്യകാലത്തിലെ ആ കാര്യങ്ങളൊക്കെ ഓർത്ത്. അപ്പോൾ നമുക്ക് ചട്ടി, എണ്ണമയമൊന്നുമില്ലാത്ത ചട്ടി, മൺചട്ടിയാണ് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് വിറകടുപ്പിലും തയ്യാറാക്കാം. വിറകടുപ്പിൽ തയ്യാറാക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ചട്ടി ഒരുവിധം ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പരത്തിയ അട അതിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ എണ്ണ ഒഴിക്കുകയോ ഒന്നും ചെയ്യണ്ട. തിരിച്ചും മറിച്ച് വിട്ട് ഇത് മൊരിയിച്ചെടുക്കാം. ഒരുപാടങ്ങ് ചട്ടി ചൂടാകണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുവിധം നല്ല കട്ടിയുള്ള ചട്ടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഗ്യാസ് അടുപ്പിലായതുകൊണ്ട് ഇത് നല്ല കട്ടിയുള്ള ചട്ടിയാണ്, മൺചട്ടി. അപ്പം മൺചട്ടിയിലിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇത് നമുക്ക് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരടയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഈ 2 അടയും നമുക്ക് ഒരുപോലെ തിരിച്ചും മറിച്ച് വിട്ട് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട്. ഈ ചട്ടിയിലിങ്ങനെ ഇല മൊരിഞ്ഞ്
അതിനകത്ത് ഈ ശർക്കരയും ഒക്കെ വെച്ച് അട ഇങ്ങനെ നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് വരുന്നതിൻ്റെ ഒരു പ്രത്യേക ഒരു മണം ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ഓട്ടട തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് ഇഷ്ടമാകുമായിരിക്കും. ഒന്ന് നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.